ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. എല്ലാവരുടെയും ഫേവറേറ്റായ മസാല ദോശയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഉഴുന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം. 5 ടേബിൾ സ്പൂൺ അവൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി ഉഴുന്നും അരയ്ക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് വയ്ക്കാം. അവൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. അരി കുതിർത്ത് ഒരു 4 മണിക്കൂറിന് ശേഷം അതൊരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഞാൻ പകുതി അരിയാണ് മിക്സിയുടെ ജാറിലേക്ക് എടുത്തത്. ഇതിലേക്ക് അവലും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. തണുത്ത വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മിക്സ് ചൂടാകുന്നത് ഒഴിവാക്കാനായിട്ടാണ് തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്നും കൂടി അരച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഓവർനൈറ്റ് ഇത് ഫെർമെൻ്റ് ആകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ മസാല തയ്യാറാക്കാം. 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചൂടായി വന്നപ്പോൾ കടുക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. അത് നന്നായി പൊട്ടി വന്നപ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 2 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചിയുമാണ് ചേർത്തത്. ഇനി ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ സവാളയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള നന്നായിട്ട് വഴന്നു വന്നപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 നുള്ള് മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. 3 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഇത് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് പൊട്ടറ്റോ ഉടച്ചെടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടിയാണ് ചേർത്തത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ മസാല ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ദോശമാവ് ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ദോശക്കല്ല് ഇവിടെ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ദോശക്കല്ല് ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഞാൻ വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ദോശമാവ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം.
ഇപ്പോൾ ദോശയുടെ മുകൾ ഭാഗം നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അല്പം നെയ്യ് നമുക്ക് പുരട്ടി കൊടുക്കാം. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് നല്ലെണ്ണയോ വെജിറ്റബിൾ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ദോശയുടെ അരികൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. അത് ക്രിസ്പിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പൊട്ടറ്റോ മസാല നമുക്ക് വെച്ച് കൊടുക്കാം. മസാലയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ എങ്കിലും മസാല വയ്ക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ രണ്ടാമത്തെ മസാല ദോശയും നമുക്ക് തയ്യാറാക്കാം. സാമ്പാറും ചട്നിയുമാണ് ഞാൻ ഇതിനോടൊപ്പം സെർവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന മസാല മാത്രം മതി ഈ ദോശ കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ പൊട്ടറ്റോ മസാല. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി പറയാൻ മറക്കരുതേ. ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.